കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട 3 വിമാനങ്ങൾ റദ്ദാക്കി. എയർ ഇന്ത്യയുടെ റിയാദ് 8:35 പുറപ്പെടുന്ന എയർ ഇന്ത്യയുടെ റിയാദ്, 10:05 പുറപ്പെടുന്ന അബുദാബി, 11:10 പുറപ്പെടുന്ന മസ്കറ്റ് എന്നീ സർവീസുകളാണ് റദ്ദാക്കിയത്. ഇതോടെ നൂറുകണക്കിന് പേരുടെ യാത്രയാണ് പ്രതിസന്ധിയിലായത്. രാവിലെ കരിപ്പൂരിൽ നിന്നും പുറപ്പെടേണ്ട 2 വിമാനങ്ങൾ വൈകിയതിന് പിന്നാലെയാണ് വൈകിട്ടുള്ള 3 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി പുറപ്പെടേണ്ടിയിരുന്ന അബുദാബി, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് വൈകിയത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാലാവസ്ഥ മോശമായതിനാൽ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. കരിപ്പൂരിലേക്ക് എത്തേണ്ട ചില വിമാനങ്ങൾ മംഗലാപുരത്തേക്ക് വഴിതിരിച്ചു വിട്ടിരുന്നു. അതേസമയം കനത്ത മഴ കോഴിക്കോട് ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. തോരാതെ പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിലടക്കം വെള്ളം കയറി. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തെ നിലയിലെ വാർഡുകളിലാണ് വെള്ളം കയറിയത്. പമ്പ് ചെയ്താണ് വാർഡുകളിൽ നിന്നും വെള്ളം നീക്കിയത്. രോഗികളെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയിരുന്നു. നന്മണ്ടയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ 46 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ബാലുശ്ശേരി, നന്മണ്ട, പനങ്ങാട് പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് ഇന്നലെ വൈകിട്ട് മുതൽ രാത്രി വരെ ഉണ്ടായതെന്നാണ് അധികൃതർ പറയുന്നത്. നാദാപുരം തൂണേരിയിൽ കനത്ത മഴയിൽ മതിൽ തകർന്നു. തൂണേരി തണൽമരം മുക്ക് റോഡിലെ ചെങ്കൽ മതിൽ തകർന്ന് വീഴുകയായിരുന്നു. ആർക്കും പരിക്കുകളില്ല. അതേസമയം അതിശക്തമായ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യത്തിൽ പ്രാദേശികമായ ചെറിയ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ വ്യക്തമാക്കി. ആയതിനാൽ ജില്ലയിലെ ദുരന്ത സാധ്യത മേഖലകളിലെ ദുരന്ത പ്രതികരണ സംവിധാനങ്ങളെ മഴ തുടരുന്ന സാഹചര്യത്തിൽ അലർട്ടാക്കി നിർത്തേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയിൽ മഴ തുടരുന്ന സാഹചര്യം പരിശോധിച്ച് അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും തദ്ദേശ സ്ഥാപന തലത്തിലും വലിയ തലത്തിലും ജാഗ്രത നിർദ്ദേശം നൽകുകയും ശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ടെങ്കിൽ മലയോര മേഖലയിലേക്കുള്ള ഗതാഗതം നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുകയും അപകടാവസ്ഥയിൽ വൾനറബിൾ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്യുമെന്നതാണ്. ഇത്തരം സാഹചര്യം അന്വേഷിച്ചുറപ്പാക്കി പോലീസ്, വനം വകുപ്പ്, ഫയർഫോഴ്സ്, തദ്ദേശ സ്ഥാപനങ്ങൾ, റവന്യൂ ഉദ്യോഗസ്ഥർ, ഡാം ഓപ്പറേറ്റർമാർ എന്നിവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകുകയും ഇവരുടെയെല്ലാം ഏകോപനം ഉറപ്പാക്കുകയും ചെയ്യണം. കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് അലർട്ടുകൾ മാറ്റങ്ങൾ വരുത്തണമെന്നും കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.